JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ്. കർക്കിടകം രാശിക്കൂറുകാരായ നാളുകാരുടെ 2025 മെയ് മാസം മുതലുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം, അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കർക്കിടകൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രമാണ് കർക്കിടകക്കൂറ്. ഒരു ജാതകത്തിൽ വ്യാഴം ബലവാനായ ഇഷ്ടഭാവത്തിൽ വന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴം ചെലുത്തുന്ന സ്വാധീനം മൂലം ഒരുപാട് ഗുണങ്ങളുണ്ടാകും. 7 ഗ്രഹങ്ങളിൽ എല്ലാ ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും ചില പ്രത്യേകമായ കഴിവും പ്രാധാന്യവും വ്യാഴത്തിന് നൽകാറുണ്ട്. സർവ്വദേവന്മാരുടെയും സാന്നിധ്യവും പ്രത്യേകിച്ച് വൈഷ്ണവ ചൈതന്യവും നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഗ്രഹം കൂടിയാണ്. ബുദ്ധിപരമായ കഴിവ്, പ്രതിസന്ധികളെ നേരിട്ട് മുന്നേറാനുള്ള കഴിവ്, ആത്മീയ കാര്യങ്ങളിൽ ഉണർവ് നൽകി മനസ്സിന് സുഖം നൽകാനും അതുപോലെ ശേഷി നൽകാനുമുള്ള ഒരു കഴിവ്. ഇങ്ങനെ നമുക്കൊരുപാട് കാര്യങ്ങൾ വിസ്തരിച്ച് പറയേണ്ടി വരും. അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വ്യാഴത്തെ സംബന്ധിച്ചുള്ള A to Z കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ വ്യാഴം എന്താണ് ഏതാണ് എന്നൊക്കെ മനസ്സിലാവും. ഈ വീഡിയോയിൽ കർക്കിടകൻ രാശിക്കൂറുകാരായ ആൾക്കാർ, ആ നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലമുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 2024 മെയ് 18 മുതൽ 2025 മെയ് 14 വരെയുള്ള ഒരു വർഷം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് വ്യാഴത്തിനുള്ളത്. ഇത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ലാഭസ്ഥാനമായ 11-ാം ഭാവമാണ്. ഇതിനെ ആഗമസ്ഥാനമെന്നും പറയും. പലതും നേടാനും പലതും ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയം. സാമ്പത്തികമായ ഉയർച്ച, ഏതെങ്കിലും വിധത്തിലുള്ള നിക്ഷേപം, അത് സ്ഥിര നിക്ഷേപമായിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ളതായിക്കോട്ടെ, ഏത് വിധത്തിലുള്ളതായാലും, അതുപോലെ കുടുംബസ്വത്ത്, ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ആ ധനാഗമനം അല്ലെങ്കിൽ വസ്തുവകൾ, ഭൂമിയെ, സ്വർണം, പാരിതോഷികം, ബഹുമതി, പുതിയ തൊഴിൽ സംരംഭം, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, ഇതെല്ലാം തന്നെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന, വരവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതെല്ലാം 11-ാം ഭാവത്തിൽ വരും. വിദേശവാസം, വിദേശ ജോലി, സ്വകാര്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം, പഠനം, അതുപോലെ ബാങ്ക് ജോലി, പിന്നെ CAക്ക് പഠിക്കുന്നവർ, കാരണം ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അക്കൗണ്ടൻ്റ്, CA, ബാങ്ക് ഉദ്യോഗം, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. പിന്നെ സമുദായ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ അതിൻ്റേതായ സ്ഥാനവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നവർക്ക് അതിൻ്റേതായ ഒരു മഹത്വമൊക്കെ ലഭിക്കും. ക്ഷേത്ര സംബന്ധമായി ലഭിക്കുന്ന തൊഴിൽ, ഭരണതലത്തിലുള്ള പ്രവർത്തനം, ഇങ്ങനെ പല വിധത്തിലുള്ള ഗുണങ്ങളും ലാഭവും മികവും ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ 11-ാം ഭാവം. ഈ പറഞ്ഞത് വ്യാഴം ബലവാനായ ഇഷ്ടഭാവത്തിൽ ജാതകത്തിൽ ഉള്ളവർക്ക് തീർച്ചയായും ഏതെങ്കിലുമൊക്കെ ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. കർക്കിടകക്കൂറുകളിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് നിലവിലുള്ള നക്ഷത്രദശയും അപഹാരവും പ്രായഭേദമനുസരിച്ച് ചില വ്യത്യാസമൊക്കെ വരും. പുണർദം നക്ഷത്രക്കാരുടെ ജന്മദശ, അതായത് നക്ഷത്രദശ കണക്കാക്കുമ്പോൾ ജനിച്ച ദശ വ്യാഴദശ. തുടർന്ന് ശനി, ബുധൻ, കേതു, ശുക്രൻ തുടങ്ങിയ നക്ഷത്രദശാകാലങ്ങളാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. ദശാപഹാര നാഥന്മാരുടെ സ്ഥിതി അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് നക്ഷത്രദശാനാഥൻ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ശനിദശ ആയിക്കോട്ടെ, ബുധദശ ആയിക്കോട്ടെ, കേതുദശ ആയിക്കോട്ടെ, ഇനി അതുമല്ലെങ്കിൽ ചെറുപ്പകാലത്താണെങ്കിൽ വ്യാഴദശ, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പലവിധ ദശാകാലങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രായത്തിൻ്റെ വ്യത്യാസമനുസരിച്ചുള്ളവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നല്ല ദശാകാലത്താണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ. അങ്ങനെയുള്ള ദശാകാലത്ത് ഈ 11-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടം. അതുപോലെ വ്യാഴം ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗോചരത്തിൽ, അതായത് സാധാരണഗതിയിൽ സഞ്ചരിക്കുന്ന ആ ഒരു അവസരത്തിൽ ഇഷ്ടഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴും നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പൂയം നക്ഷത്രക്കാരുടെ ജന്മദശ എന്ന് പറയുന്നത് ശനിദശയാണ്. തുടർന്ന് ബുധൻ, കേതു, ശുക്രൻ, അതുപോലെ ആദിത്യൻ തുടങ്ങിയവരുടെ ദശാകാലമാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത്.
ഇതിൽ ഇപ്പോൾ നിലവിലുള്ള ദശാകാലത്തിൻ്റെ ഗുണദോഷ സമയം അനുസരിച്ചായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ നല്ല സമയമാണോ ചീത്ത സമയമാണോ എന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അതനുസരിച്ച് നല്ല സമയമാണെങ്കിൽ ഈ 11-ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഒരു തരത്തിലും നല്ല ദശാകാലമല്ല അല്ലെങ്കിൽ അപഹാരകാലമല്ല ഇപ്പോൾ നിലവിലുള്ളത് എങ്കിൽ വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന ദോഷം കുറയുകയും ചെയ്യും. അതാണ് ഈ ഇഷ്ടഭാവത്തിൽ വ്യാഴം ഗോചരവശാൽ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അത് വ്യാഴം കൂടി ജാതകത്തിൽ നല്ല നിലയിലായിരിക്കണം. ഇനി ആയില്യം നക്ഷത്രക്കാരുടെ ജന്മദശ എടുക്കുമ്പോൾ അത് ജനകാലം മുതൽ ബുധദശയാണ് വരുന്നത്. തുടർന്ന് കേതുവ്, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ഇങ്ങനെയാണ് നക്ഷത്രദശ കാലങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രായവും ദശാകാലവും അനുസരിച്ച് അവരുടെ നക്ഷത്ര ദശാകാലത്തിൻ്റെ ഗുണവും ദോഷവും അനുസരിച്ചുള്ള ഫലമായിരിക്കും ഓരോ സമയത്തും പ്രധാനമായിട്ടുണ്ടാകുക. കാരണം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ നല്ല നിലയിലാണെങ്കിൽ ചെറുപ്പകാലമാണ്, ബുധദശ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കേതുദശ, അപ്പോൾ കേതുദശ അത്ര മെച്ചമൊന്നും ആയിരിക്കണമെന്നില്ല. അത് കഴിഞ്ഞ് ശുക്രദശ വരുമ്പോൾ ശുക്രൻ അനുകൂലമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ, അതായത് ചെറുപ്പമൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മെച്ചങ്ങളുണ്ടാകും, നല്ല വിവാഹം ഉണ്ടാകും, അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടാകും, നല്ല ഭക്ഷണസുഖവും ജീവിതസുഖവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മറിച്ച് ശനിദശയാണ് അല്ലെങ്കിൽ കേതുദശയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഹുദശയാണ്, അത് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അത്ര മെച്ചമല്ലാത്ത ഒരു കാലത്തുകൂടിയാണ് പോകുന്നത് എങ്കിൽ പ്രായത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് നല്ലതും ചീത്തയുമായ സമയം ഈ പറയുന്ന എല്ലാ രാശിക്കൂറുകാർക്കും നിലവിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകുമെന്നും ദോഷമുണ്ടാകുമെന്നും പറയുമ്പോൾ ഗുണവും ദോഷവും നമുക്ക് ലഭിക്കാവുന്നതിൻ്റെ ഒരു ശരാശരി തോത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ദശാപഹാര കാലം അനുസരിച്ച് മെച്ചപ്പെട്ടതോ മോശപ്പെട്ടതോ ആയ നക്ഷത്ര ദശാകാലത്തിൽ ഏതാണോ ഇപ്പോൾ നിലവിലുള്ളത് അതനുസരിച്ചുള്ള ഫലം അനുഭവിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ 11-ാം ഭാവസ്ഥിതി വരുമ്പോൾ ഗുണവും അതനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾ വരും എന്നാണ് ഇതുവരെ സൂചിപ്പിച്ച കാര്യം. ദശാപഹാരകാലം നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ലാഭവും ഉണ്ടാകും. ഒപ്പം വ്യാഴം അനുകൂലമാണെങ്കിൽ തീർച്ചയായും പല ഉയർച്ചയും പ്രതീക്ഷിക്കാം. മോശപ്പെട്ട ദശാപഹാരമാണെങ്കിൽ ദോഷം കുറയും, അല്പം ഗുണമൊക്കെ ലഭിക്കുകയും ചെയ്യും. വ്യാഴം മേടൻ രാശിയിൽ സഞ്ചരിച്ച 22/4/2023 മുതൽ 1/5/2024 വരെയുള്ള കാലം കർമ്മസ്ഥാനത്ത് ഗോചരത്തിൽ സഞ്ചരിക്കുന്നത് വലിയ ഗുണമൊന്നും ചെയ്ത് കാണുകയില്ല. എന്നാൽ ചെറിയ മെച്ചമൊക്കെ ഉണ്ടായി കാണും. കാരണം 10-ാം ഭാവമാണ് കർമ്മസ്ഥാനം. അത് ജാതകത്തിൽ നല്ലതാണെങ്കിലും ഗോചരത്തിൽ ഒരുപാട് ഗുണമൊന്നും ചെയ്യില്ല, ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ചെയ്യും. 9-ാം ഭാവാധിപത്യമുള്ള വ്യാഴം 10-ൽ വരുന്നത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ അധിക ചിലവും ആരോഗ്യ പ്രശ്നങ്ങളും വരുത്തും. 2022 ഏപ്രിൽ മുതൽ 2023 ഏപ്രിൽ വരെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ച വ്യാഴം ഭാഗ്യസൂചകമായി ചില ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒരു മേധാവിത്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും. വിദ്യാഭ്യാസം, ജോലി, പഠനം, വിദേശവാസം, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം, ആരാധനാലയങ്ങളുമായിട്ട് ഒരു പ്രത്യേക ബന്ധം അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഭരണസമിതി പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഭരണതലത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ, സമുദായ പ്രവർത്തനങ്ങളിലൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ഇങ്ങനെ പല ഗുണങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ദശാകാലവും അപഹാരകാലവും അനുകൂലമായവർക്ക് പല നേട്ടങ്ങളും വ്യാഴം നൽകിയിട്ടുണ്ടാകും. എന്നാൽ 2025 മുതലുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരകാലം നോക്കുമ്പോൾ 2025 മെയ് 14 മുതൽ വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കും. 2025 മെയ് 14 മുതൽ വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് 12-ാം ഭാവമായ നഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. മനപ്രയാസം, അധിക ചിലവ്, സാമ്പത്തിക ബാധ്യത, ധനനഷ്ടം, സഞ്ചാരക്ലേശം, സ്ഥാനചലനം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത വരും. കാരണം 12-ാം ഭാവം നഷ്ടസ്ഥാനമെന്നും അതുപോലെ നാശസ്ഥാനമെന്നും ഒക്കെയാണ് സാധാരണ പറയുന്നത്. അപ്പോൾ 12-ാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ
വിദേശവാസം ചെയ്യാനുള്ള അവസരം വരാം, നാട് വിട്ടു പോവുക എന്നൊക്കെ ചുരുക്കം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരം വരാം. ചിലപ്പോൾ വ്യാഴം നമ്മുടെ ജാതകത്തിൽ ഇച്ചിരി ഭേദമാണെങ്കിൽ ആ യാത്ര കൊണ്ട് ചിലപ്പോൾ ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വരും. ചിലപ്പോൾ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും. കാരണം പലർക്കും ഈ 12ാം ഭാവത്തിലെ വ്യാഴം കൊണ്ട് ചില മെച്ചങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ശനിദശ, കേതുദശ, സൂര്യദശ ഇങ്ങനെയൊക്കെയുള്ള ദശാകാലം അനുഭവിക്കുന്നവരാണെങ്കിൽ, അതുപോലെ ദശാനാഥന്മാർ ഇഷ്ടഭാവത്തിലല്ല നിൽക്കുന്നത് എങ്കിൽ ഈ 12ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കൊണ്ട് അലച്ചിലും മനപ്രയാസവും അതുപോലെ ധനനഷ്ടവും അതുപോലെ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ഒരു കാലം കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. വ്യാഴം 12ൽ സഞ്ചരിക്കുന്ന കാലം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ജാതകസ്ഥിതി അനുസരിച്ച് 2025 മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമോശം മൂലം സംഭവിക്കാവുന്ന നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം. കാരണം വ്യാഴം ബുദ്ധിയെ സൂചിപ്പിക്കുന്നു, മെമ്മറി പവറിനെയും തലച്ചോറിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞ്, അതായത് ഈ വ്യാഴത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മോശപ്പെട്ട സമയത്ത് നമുക്ക് ബുദ്ധിമോശം സംഭവിക്കാം, പലതും തിരിച്ചടിയായിട്ട് വരാം, പല നഷ്ടങ്ങളും ഉണ്ടാകാം, കൂടെ നിൽക്കുന്നവർ പലരും അകന്നു പോകാം. അതുപോലെ ഏതു വിധത്തിലായാലും മനപ്രയാസം ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന പലതും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ വരുന്ന ഒരവസരത്തിൽ ഈ വ്യാഴത്തിൻ്റെ ദോഷശാന്തിക്കായിട്ട് വ്യാഴം വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു പ്രീതി ഉണ്ടാക്കുക, ഈശ്വരവചനം നടത്തുക, അതൊക്കെയാണ് ഇതിനുള്ളൊരു പോംവഴി. അപ്പം സകല ദേവന്മാരെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും നമുക്ക് കുടുംബക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടദേവതയോ ഉണ്ടെങ്കിൽ അവരെ ആരാധിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവിൻ്റെയും വൈഷ്ണവ ചൈതന്യമുള്ള ദേവന്മാരെയും ആരാധിക്കുക. പ്രത്യേകിച്ച് ദശാവതാരം ശ്രീരാമനെയോ വിഷ്ണുവിനെയോ നരസിംഹത്തെയോ ശ്രീകൃഷ്ണനെയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് പറയപ്പെടുന്ന വഴിപാടുകളൊക്കെ നടത്തി, അതായത് ഇപ്പം ശ്രീകൃഷ്ണന് ആണെങ്കിൽ തൃക്കൈവെണ്ണ ഇഷ്ടമാണ്, അതുപോലെ തന്നെ വിഷ്ണുവിന് പാൽപ്പായസം വളരെ പ്രിയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ഒക്കെ ചെയ്ത് ഈശ്വരവചനത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാനും അത് കുറേയൊക്കെ മെച്ചപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ ദോഷങ്ങളൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യാഴം നമ്മളെ സഹായിക്കും. വ്യാഴമെന്ന് പറയുന്നത് തന്നെ ദൈവാധീനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.